കിടക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ പരിപാടിയിൽ കിടക്കാം. അപ്പൊ നമ്മൾ രണ്ട് രീതിയിലുള്ള നമ്മുടെ പുതിന കൃഷി കുപ്പിയിൽ പ്ലാസ്റ്റിക് കുപ്പിയിലുള്ള പുതിന കൃഷിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ പുതിന കൃഷിയിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് ആദ്യത്തെ പുതിന കൃഷിയിൽ ആദ്യമായിട്ട് തന്നെ ആവശ്യമുള്ളത് ഒരു പ്ലാസ്റ്റിക് കുപ്പിയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ പ്ലാസ്റ്റിക് കുപ്പി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി അടുത്തതായിട്ട് വേണ്ടത് ഇത് മുറിക്കാനുള്ള ഒരു കത്രികയാണ്. നമുക്ക് നമ്മുടെ കത്രിക കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി കത്രിക വെച്ചതേ ഈ ഒരു കുപ്പി നമ്മൾ ഉപയോഗിക്കാത്ത കുടിച്ചു കഴിഞ്ഞ് എറിഞ്ഞ ഒരു കുപ്പിയാണ്. ആ കുപ്പി നമ്മൾ വീണ്ടും എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഈ കുപ്പിയുടെ കറക്റ്റ് നടുവ് രണ്ട് ഭാഗം കറക്റ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിവൈഡ് ചെയ്യുന്ന പോലെ നമുക്കൊരു കറക്റ്റ് ഭാഗത്ത് വെച്ച് നമ്മുടെ കുപ്പി മുറിച്ചു കളയാം. ക്യാപ്പ് നമുക്ക് ഇപ്പൊ റിമൂവ് ചെയ്യാം, പക്ഷെ മുറിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുണ്ട് ഈ ക്യാപ്പ്. ഓക്കെ മച്ചാന്മാരെ, അപ്പൊ ഇത് കറക്റ്റ് നടുവ് വെച്ച് നമുക്ക് നമ്മുടെ കുപ്പി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. മച്ചാന്മാരെ, അപ്പൊ നമ്മൾ തുല്യമായി മുറിച്ച രണ്ട് ഭാഗങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ക്യാപ്പ് നമുക്ക് തിരിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ ക്യാപ്പ് നമുക്ക് തിരിച്ചടയ്ക്കാം. ക്യാപ്പ് നമുക്ക് ആവശ്യമുള്ളതാണ്. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഈ കുപ്പിയിൽ ഒരു 5 തുള വീതം, അല്ലെങ്കിൽ ഈ അടപ്പിലാണെങ്കിൽ 2-3 തുള വെള്ളം പുറത്തേക്ക് പോകുന്ന രീതിയിൽ നമുക്ക് ഇതിന്റെ രണ്ടിന്റെയും പുറത്ത് നമുക്ക് 2 തുള ഇട്ടെടുക്കാം. അപ്പൊ നമ്മുടെ കുപ്പിയൊക്കെ നമ്മൾ തുള എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ രണ്ട് രീതിയിലുള്ള നടലുണ്ടെന്നാണല്ലോ ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മുടെ ആദ്യത്തെ നടൽ നമുക്ക് ഒരു കുപ്പി ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഈ കുപ്പി നമുക്ക് മാറ്റി വെക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ കുപ്പിയിലാണ് നമ്മൾ ആദ്യത്തെ രീതിയിലുള്ള നടൽ കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ അതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നും എങ്ങനെ നടാമെന്നും നോക്കാം. അപ്പൊ വരെ നമ്മുടെ ഈ നടലിന് വേണ്ടി നമുക്ക് ആവശ്യമുള്ളത് മണ്ണ് മിക്സും അത് പറഞ്ഞ കുറെ സാധനങ്ങളൊക്കെ ഇട്ട് നമ്മുടെ നല്ല അടിപൊളി മണ്ണ് മിക്സ്, പിന്നെ നമ്മുടെ ഇച്ചിരി വെള്ളം വേണം, പിന്നെ നമ്മൾ കുറച്ച് പുതിനയുടെ കുറച്ച് ഇത് കൂട്ട് തണ്ട് ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ തണ്ട് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിനു വേണ്ടി ആവശ്യം. അപ്പോൾ നമ്മുടെ കുപ്പിയിലേക്ക് നമുക്ക് നമ്മുടെ മണ്ണ് നിറയ്ക്കാൻ തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും മണ്ണാണ് നിറയ്ക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരണം ഇപ്പം നല്ല പൊടിയായിട്ടാണ് ഇരിക്കുന്നത്, നല്ല വെയിലായതുകൊണ്ട്. അപ്പോൾ നനയുന്ന നേരം കൊണ്ട് നമുക്ക് നമ്മുടെ പുതിനയിൽ കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ അത് കാണിച്ചു തരാം. ഓക്കെ മച്ചാന്മാരെ, അപ്പോൾ നമ്മുടെ പുതിനയാണ് ഇത് കുറച്ച് പുതിനയുടെ തണ്ട് നമ്മുടെ ഉള്ള പുതിനയും നമ്മൾ വെട്ടിയെടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കടയിൽ നിന്ന് വേറെ പുതിന ഇങ്ങനെ മേടിക്കാൻ കിട്ടും, ഇങ്ങനെ കെട്ടായിട്ട് മേടിച്ച് നമുക്ക് പകുതി നമുക്ക് രണ്ടാമത്തെ ഇതിലേക്കുള്ള ആവശ്യമുള്ള സാധനമാണ്. അത് നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് നമ്മുടെ ആദ്യമായിട്ട് തന്നെ പുതിന ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടിയിലത്തുള്ള ഈ ഇലയൊക്കെ നമുക്ക് മുറിച്ച് കളഞ്ഞതിന് ശേഷം ഇതിന്റെ നീട്ടവും ഇച്ചിരി കുറയ്ക്കാം. ഈ രീതിയിൽ നമുക്ക് എല്ലാ പുതിനയും നമുക്ക് അടുത്തതായി നമ്മുടെ സെറ്റപ്പ് ആക്കി എടുത്ത പുതിനയൊക്കെ നമുക്ക് നമ്മുടെ കുപ്പിയിലേക്ക് നല്ല അടുപ്പിച്ചടുപ്പിച്ച് നമ്മുടെ പുതിനയെല്ലാം നടാം. അതിനുശേഷം നന്നായി നല്ല രീതിയിൽ വെള്ളവും ഒഴിച്ചു കൊടുക്കാം. മച്ചന്മാരെ, അങ്ങനെ നമ്മുടെ പുതിനയൊക്കെ നമ്മൾ ഇതിനകത്ത് നട്ടു വെച്ചിട്ടുണ്ട്. ഇനി എത്ര ദിവസം കൊണ്ട് നമ്മുടെ പുതിന ഇനി ആവും നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഇനി നമ്മുടെ ആദ്യത്തെ രീതിയിലുള്ള പുതിന നമ്മൾ നട്ടിട്ടുണ്ട്. നമ്മൾ തുളയിക്കോട്ടെ നമ്മുടെ വെള്ളം താഴേക്ക് വരുന്നതാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ പുതിനയെ നമുക്ക് ഇനി കൊണ്ട് വെക്കാം. എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ ആദ്യത്തെ പുതിന ആവുന്നത് നമുക്ക് നോക്കാം. ഇനി നമുക്ക് നേരെ രണ്ടാമത്തെ രീതിയിലുള്ള നടലിലേക്ക് കടക്കാം. മച്ചന്മാരെ, അപ്പൊ നമ്മൾ രണ്ടാമത്തെ രീതി സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. അപ്പൊ നമ്മൾ രണ്ടാമത്തെ രീതിക്ക് നമ്മൾ കുറച്ച് മാറ്റി വെച്ചാൽ പുതിനയുടെ അടിയിലുള്ള ഇല നമ്മൾ ആദ്യം ചെയ്തപോലെ തന്നെ മുഴുവൻ ഇലയും നമുക്ക് മാറ്റാം. മച്ചന്മാരെ, അപ്പൊ നമ്മൾ ഇതിന്റെ അടിയിലത്തെ വേര് മുഴുവൻ ഇല മുഴുവൻ നമ്മൾ മച്ചന്മാരെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ സാധനം നമ്മുടെ ഒരു ചെറിയ കുപ്പി എടുത്തതിന് ശേഷം അതിന് നിറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മുടെ പുതിനയൊക്കെ ഓരോന്നോരോന്നായി നമുക്ക് ഈ കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇനി ഇത് വേര് പിടിക്കുന്നോളം വരെ ഈ കുപ്പി കിടക്കട്ടെ. അപ്പൊ ഇനി ഇത് രണ്ടും എത്ര ദിവസം കഴിഞ്ഞ് വേര് പിടിക്കുമെന്ന് നോക്കാം. അപ്പൊ നമ്മൾ ഡയറക്റ്റ് നട്ട പുതിനയുടെ അവസ്ഥ ഇതാണ്. നോക്കിയോ, നമ്മുടെ പുതിന നന്നായിട്ട് വേര് പിടിച്ചു, നല്ല പച്ചപ്പായിട്ട് ഗൈസ് നല്ല മണം വരുന്നുണ്ട്. നമ്മുടെ പുതിനയൊക്കെ നന്നായിട്ട് വേര് പിടിച്ച് നല്ല സെറ്റപ്പായിട്ട് നിൽപ്പുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ പുതിനയുടെ അവസ്ഥ നോക്കാം. മച്ചാന്മാരെ, അപ്പൊ നമ്മൾ രണ്ടാമത്തെ പുതിനയുടെ അവസ്ഥ ഇതാണ്. നോക്കി, നന്നായിട്ട് വേരൊക്കെ പൊട്ടി, നോക്കി ആ തണ്ടേ നന്നായിട്ട് വേരൊക്കെ വരുന്നുണ്ട്. അപ്പൊ എല്ലാ പുതിന തന്നെ പിടിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് രണ്ടാമത്തെ പുതിനെ മാറ്റി നടന്ന ദിവസമാണ്. അപ്പൊ ഈ വെള്ളത്തിൽ നിന്ന് മാറ്റി നമുക്ക് മണ്ണിലേക്ക് നടന്ന ദിവസമാണ്. അപ്പൊ നമുക്ക് നേരെ അതിന്റെ പരിപാടിയിലേക്ക് കടക്കാം. മച്ചന്മാരെ, അപ്പൊ നമ്മുടെ പുതിനയുടെ വേരൊക്കെ നന്നായിട്ട് വെള്ളത്തിലേക്ക് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ പുതിന നമ്മുടെ വെള്ളത്തിൽ നിന്ന് എടുക്കാം. നിങ്ങൾക്ക് ഇപ്പൊ നോക്കിയാൽ അറിയാൻ പറ്റുന്നത് നമ്മുടെ പുതിനയുടെ എല്ലാത്തിന്റെയും സ്റ്റെമ്പ് നമ്മുടെ തണ്ടയിലും നല്ല രീതിയിൽ തന്നെ വേര് പിടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിനി നമ്മുടെ കുപ്പിയിലേക്ക്, പ്ലാസ്റ്റിക് കുപ്പിയിലേക്ക് നമ്മുടെ ഈ പുതിനേനെ മാറ്റി നടന്നതാണ് നമ്മുടെ അടുത്ത പരിപാടി. മച്ചന്മാരി, അപ്പൊ നമ്മൾ നല്ല സെറ്റപ്പ് മണ്ണൊക്കെ അതിനുവേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മൾ തുളയൊക്കെ തുറച്ച് സെറ്റപ്പ് ആക്കിയ കുപ്പിയാണിത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കുപ്പിയിലേക്ക് നമ്മളെ നല്ല മണ്ണ് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായി ഈ പുതിന വെക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ ഇങ്ങനെ വിരൽ വെച്ച് ചെറിയ കുഴി ഉണ്ടാക്കാം. ആ കുഴിയിലേക്ക് നമ്മുടെ പുതിനേനെ നമുക്ക് പതിയെ ഇങ്ങനെ നമ്മുടെ പുതിനേനെ നമുക്ക് പതുക്കെ ഇറക്കി വെക്കാം.
ഇറക്കി വെച്ചതിന് ശേഷം അപ്പോൾ നമ്മുടെ പുതിനയുടെ വേരടി വരുന്ന പോലെ മണ്ണിനടി വരുന്ന പോലെ നമ്മുടെ പുതിനേനെ അവിടെ സെറ്റപ്പ് ആക്കി ഉറപ്പിച്ചു വെക്കാം. മച്ചന്മാരി അപ്പൊ നമ്മുടെ പുതിനയൊക്കെ നമ്മൾ നട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ അകത്തേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ മച്ചന്മാരെ നമ്മുടെ രണ്ടാമത്തെ രീതിയിലുള്ള പുതിനയും നമ്മൾ മണ്ണിലേക്ക് നട്ടിട്ടുണ്ട്. ഇനി ഈ 2 പുതിനയും എത്ര ദിവസത്തിനുള്ളിൽ വേര് പിടിച്ച് നമുക്ക് പറിക്കാനാവുമെന്ന് നമുക്ക് നോക്കാം. മച്ചന്മാരെ അങ്ങനെ 10 ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മൾ നട്ട അല്ലെങ്കിൽ നമ്മുടെ പ്ലാസ്റ്റിക് കുപ്പിയിൽ നട്ട എന്ത് പുതിന കൃഷി റെഡി ആയിരിക്കുകയാണ്. 10 ദിവസം മുമ്പ് നട്ട പുതിന കൃഷിയുടെ വിളവെടുപ്പാണ് നമ്മളിപ്പോ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ മച്ചാന്മാരെ നമ്മുടെ പുതിന നമ്മൾ വിളവെടുക്കുവാണ്. മച്ചാന്മാരെ നമ്മുടെ പ്ലാസ്റ്റിക് കുപ്പിയിൽ നട്ടുണ്ടാക്കിയ പുതിന നമ്മള് വിളവെടുത്തോണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ ഇതിനകത്ത് പുതിന ആണോ കംപ്ലീറ്റ് വിളവെടുത്തിട്ടുണ്ട്. അപ്പൊ എന്തോരം കാണിച്ചു മാറ്റി വീഡിയോ കാണിച്ചേ. 1 2 3 4 5 6. ഓക്കെ, അപ്പൊ ഒരു 10 ദിവസത്തിനുള്ളിൽ നമ്മൾ ഒറ്റ ഒരു പ്ലാസ്റ്റിക് കുപ്പിയിൽ നിന്ന് 6 നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് കഴി വരുന്നത് കുറച്ചുകൂടെ വളർന്നേ. എന്നാൽ ഇത്രയും ദിവസം കൊണ്ട് നമ്മൾ 6 പുതിനയുടെ സ്റ്റെമ്മാണ് ഇതിനകത്തുണ്ടാക്കി. ഇത് മതി ഒരു കറിക്കല്ല കുറെ കറിക്ക് ഇത് മതി മച്ചാന്മാരെ. അപ്പൊ മച്ചാന്മാരെ നമ്മൾ നെക്സ്റ്റ് വിളവെടുപ്പാണ്. ഇത് കുറച്ചുകൂടെ വളർന്നു കേട്ടോ മച്ചാന്മാരെ. നമ്മൾ രണ്ടാമത് ചെയ്ത രീതി കുറച്ചുകൂടെ നമ്മള് കുറച്ചുകൂടെ വലുതായിട്ടുണ്ട് ചെടി, പക്ഷെ ഒത്തിരി ഇല്ല. അപ്പൊ നമുക്ക് ഇതൊന്നും നമ്മുടെ വിളവെടുക്കാം. അങ്ങനെ മച്ചാന്മാരെ വെറും 10 ദിവസത്തിനുള്ളിൽ നമ്മളിത് കുറച്ച് വിളവെടുത്തുള്ളെങ്കിലും നമുക്ക് എന്തായാലും ഒരു 5-6 കറിക്ക് ഇടാനുള്ള പുതിനുണ്ട്. നിങ്ങൾക്കറിയാലോ പുതിന നമ്മൾ ഒത്തിരി ഒന്നും ഒരു കറിക്ക് ഇടാറില്ല. അപ്പൊ മച്ചാന്മാരെ വെറും 10 ദിവസത്തിനുള്ളിൽ പുതിന നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് പ്ലീസ്. അപ്പൊ മച്ചാന്മാരെ പുതിയ വീഡിയോ കാണാമെന്ന പ്രതീക്ഷയിൽ ഈ വീഡിയോ നടത്തുന്നു. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കുപ്പിയായിട്ടുള്ള വേറൊരു വീഡിയോ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതും കയറി കാണുക. ബൈ.